ഹലോ എവരിവൺ. ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷകളെ തന്നെ വളരെ സയന്റിഫിക് ആക്കുന്ന അടുത്ത ഒരു പ്രോസസ്സിന്റെ പേരാണ് ഫാക്ടർ അനാലിസിസ് എന്നുള്ളൊരു കാര്യം. ഇതെന്താണെന്ന് വളരെ ചുരുക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു ഉദാഹരണത്തിൽ കൂടെ. അതായത് നിങ്ങളുടെ മുമ്പിൽ ഒരു അഭിരുചി പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ 4 സബ് കോമ്പോണന്റ് ഉണ്ടാന്ന് വിചാരിക്കുക. 1, 2, 3, 4. 1 മെഷർ ചെയ്യുന്നത് നിങ്ങളുടെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡാണ്. 2 മെഷർ ചെയ്യുന്നത് നിങ്ങളുടെ സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡാണ്. 3 മെഷർ ചെയ്യുന്നത് നിങ്ങളുടെ വെർബൽ ആപ്റ്റിറ്റ്യൂഡാണ്. 4 മെഷർ ചെയ്യുന്നത് നിങ്ങളുടെ ലീഡർഷിപ്പ് പൊട്ടൻഷ്യൽ ആണ് എന്ന് വിചാരിക്കുക. ഇതിലെല്ലാം ഈക്വൽ ആയിട്ട് 25 ചോദ്യങ്ങൾ. ഈ 25 ചോദ്യങ്ങൾ ഈ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ് മെഷർ ചെയ്യുന്നത് എന്ന് ഉള്ളതിന്റെ സയന്റിഫിക് പ്രൂഫ് എന്താണ്? അതായത് നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ വെർബൽ റീസണിംഗിൽ നിങ്ങൾക്ക് 25ൽ 18ഉം കറക്റ്റ് ആണ്. ഇത്രയും കറക്റ്റ് ആയതുകൊണ്ട് നിങ്ങളുടെ വെർബൽ റീസണിംഗ് ഹൈ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു പ്രൂഫ് തരേണ്ടത് നിങ്ങളുടെ ഫാക്ടർ അനാലിസിസ് എന്നുള്ളൊരു കാര്യമാണ്. ഇതെങ്ങനെയാണ് ഒരു വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സോ അഭിരുചി പരീക്ഷകളോ കണ്ടുപിടിക്കുന്നത് എന്ന് ഞാൻ വളരെ ക്യുക്കായിട്ട് പറഞ്ഞു തരാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പരീക്ഷ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയത്ത് അവര് 100 ചോദ്യങ്ങളുണ്ട്. ഈ 100 ചോദ്യങ്ങളും 4 ഫാക്ടറുകളാണ് അളക്കുന്നത്. ഇപ്പൊ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ്, വെർബൽ റീസണിംഗ്, ലീഡർഷിപ്പ്. അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു 10,000 കുട്ടികളിലേക്കെങ്കിലും ഈ ചോദ്യങ്ങൾ ചെയ്യാൻ അയക്കും. ഈ ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് പാറ്റേൺ മനസ്സിലാക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. ഡീപ്പായിട്ട് എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ ചോദ്യങ്ങൾ 1 തൊട്ട് 100 വരെ ഉണ്ടല്ലോ. ഈ 1ാമത്തെ ചോദ്യം ഓൾജിബ്ര എന്ന് വിചാരിക്കുക, 5ാമത്തെ ചോദ്യം ജോമെട്രി ആണെന്ന് വിചാരിക്കുക, 15ാമത്തെ ചോദ്യം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് വിചാരിക്കുക, 75ാമത്തെ ചോദ്യം പ്രോബബിലിറ്റി ആണ് എന്ന് വിചാരിക്കുക. പാറ്റേൺ മനസ്സിലാകും. അതായത് ഓൾജിബ്ര ശരിയാക്കുന്ന ഒരാള് ജോമെട്രി ശരിയാക്കാനും പ്രോബബിലിറ്റി ശരിയാക്കാനും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ശരിയാക്കാനുള്ള ചാൻസസ് ഹൈ ആയിട്ട് വരുന്നു എന്നുള്ള കാര്യം. ഈ ഓൾജിബ്രയും ജോമെട്രിയും പ്രോബബിലിറ്റിയും ഒക്കെ ശരിയാക്കാനുള്ളത് ചാൻസ് ഹൈ ആണ്. അത് ഒന്നിച്ചാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. ഇതേപോലെ തന്നെ വെർബൽ റീസണിംഗിലെ ചോദ്യം ഒരേപോലെ ഒന്ന് ശരിയാക്കുന്ന ആള് മറ്റേത് ശരിയാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. 1, 5, 15, 75 ഈ ചോദ്യങ്ങൾ ശരിയാക്കാനുള്ള ഒരു കപ്പാസിറ്റിനെ അവര് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുകയാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അല്ലാണ്ട് ഒരിക്കലും ഒരു ടീം അല്ലെങ്കിൽ ഒരാള് പറയുകയാണ് ഈ ചോദ്യം നിങ്ങളുടെ വെർബൽ റീസണിംഗ് ആണ് മെഷർ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ജെനുവിൻ ആയിട്ട് അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡാറ്റയും ഫാക്ടർ അനാലിസിസും എന്താണ് എന്ന് അറിയാനുള്ള ഒരു അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നൊരു കാര്യമുണ്ട്. ഇതെങ്ങനെയാണ് ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷകളിൽ വൈറ്റൽ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാക്ടർ അനാലിസിസ് മിസ്സാകുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന കാര്യമല്ല മെഷർ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമാണ്. നിങ്ങളുടെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഹൈ ആണ് എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങളുടെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഹൈ ആകണോ നിർബന്ധമില്ല. അത് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സജഷൻ, യു ഹാവ് ടു ഗോ ഫോർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കണം എന്നുള്ള ഒരു കാര്യം ഒരിക്കലും നിർബന്ധമില്ല. രണ്ടാമത്തെ ഒരു കാര്യം ഡാറ്റയുടെ ഒരു വാലിഡിറ്റിയാണ്. അതായത് 10,000 പേരിൽ ഈ ഒരു കാര്യം ശരിയാണെങ്കിൽ നിങ്ങളും എക്സെപ്ഷൻ ആകാനുള്ള ചാൻസസ് വളരെ റെയർ ആണ് എന്നുള്ളൊരു കാര്യമുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്റ്റിറ്റ്യൂഡുകളിൽ പലതും ഒന്നിച്ച് ക്ലബ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് എക്സ്പ്രഷൻ ക്ലസ്റ്റർ എന്ന് പറയുന്ന ആപ്റ്റിറ്റ്യൂഡുകളുണ്ട്. അതിൽ പെടുന്ന കാര്യമാണ് ഇപ്പൊ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ്, വെർബൽ റീസണിംഗ്, ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു കാര്യം. ഈ കാര്യങ്ങൾ ഒന്നിച്ച് മൂവ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് സയന്റിഫിക്കലി പറയണമെങ്കിൽ ഇതിനുള്ള ഫാക്ടർ അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷകളെ തന്നെ ഏറ്റവും സയന്റിഫിക് ആക്കുന്ന ഒരു മെത്തേഡാണ് ഫാക്ടർ അനാലിസിസ്. ഇത് വളരെ സയന്റിഫിക്കും ടൈം കൺസ്യൂമിങ്ങും വെരിഫയബിളും ആയിട്ടുള്ള മെത്തേഡിൽ കൂടെ പോയിട്ടുള്ള ഏത് പരീക്ഷകൾക്ക് മാത്രമാണ് ഇത് മെഷർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാകുക എന്നുള്ളൊരു കാര്യമുണ്ട്. താങ്ക് യു സോ മച്ച്.